മക്കളെ എന്തൊക്കെ സുഖന്നല്ലേ? അതുപോലെ തന്നെ എനിക്ക് സുഖന്നെ. ഇന്ന് നമുക്കൊരു 4 മണി ഒരു കടലനോട് 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം മുളപ്പിച്ചിട്ട് വെച്ചിന് കടല, മുളപ്പിച്ചിട്ട് വെച്ച കടല കുക്കറിലേക്ക് ഇടുന്നുണ്ട്. നന്നായി മുളപ്പിക്കണം. വെള്ളം തലേന്ന് വെള്ളത്തിലിട്ടിട്ട് രാവിലെ എണീച്ചിട്ട് അത് വാര വെക്കണം, എന്നാലേ അത് മുള വരും. അത് മുളപ്പിച്ച കടല അതിലേക്ക് ഞാൻ വെള്ളം കൂട്ടുന്നുണ്ട്. വെള്ളം കൂട്ടി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം, പാകത്തിനുള്ള ഉപ്പ് അത് ഇട്ട് നന്നായി ഉപ്പ് കത്തിച്ച് ഇനി കുക്കർ വേകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴൊക്കെ ഈ കടല പോകും. കടല വന്നോന്ന് നോക്കാം. നമുക്ക് കടല വന്നോന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ കടല വന്നോന്ന്. നല്ല മുളപ്പിച്ച കടലയാണ് നമുക്ക് മസാല ആക്കേണ്ടതാ. കടല വെന്ത് ഇനി നമുക്കിത് ഊറ്റിയിട്ടെടുക്കാം. അങ്ങനെ കടല ഞാൻ ഊറ്റി വെച്ച് അരിപ്പിയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് മസാലയാക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് ഇനി നല്ലോണം കായട്ടി നമുക്ക് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നത് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ കായട്ടി അതിലേക്ക് ഞാൻ ഒരു 2 നീരുള്ളി ചെറുതായി മുറിച്ചത്, 2 നീരുള്ളി ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇതെല്ലാം കൂടി ഒന്ന് വാഴണം. നമുക്ക് നല്ല അടിപൊളി മസാല കടല. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉപ്പിടുന്നുണ്ട്, ഉള്ളി വാടാൻ വേണ്ടിയിട്ട്. നല്ലോണം ഉള്ളി വാടും. ഞാൻ മസാലയാക്കാൻ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. ഇത് നന്നായി ഒന്നിത് ഇതിൻ്റെ പച്ച ചുവയെല്ലാം പോട്ട് മണമെല്ലാം പോട്ട്. ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് മുറിച്ചത്, 1 ക്യാരറ്റ് മുറിച്ചത്, 1 കക്കിരിക്ക ചെറുതായില്ല ഒന്ന്, ഒരു ചെറിയൊരു കക്കിരിക്ക നന്നായി ഒന്നിത് ഇളക്കാം. ഒരു ചോളാൻ വേവിച്ചിട്ട് ഉലിഞ്ഞിട്ട് വെച്ചതാണ്, ഒരു ചോളാൻ, അത് ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കാം. അതിലെ തന്നെ ഞാൻ കടലക്ക മുളപ്പിച്ച കടലക്ക വേവിച്ച് വെച്ചതും ഞാൻ ഇടുന്നുണ്ട്. ഇത് 1/4 കിലോ കടലയാണ്, 1/4 കിലോ കടല. നന്നായി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പൊ ഉള്ളി വാട്ടുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടില്ലേ, അത് ഞാൻ നോക്കിയിരുന്നു ഉപ്പ് ആയിരുന്നു. അപ്പൊ ഇല്ല, ഉപ്പ് കുറവാണ് ഉണ്ടായത്. അപ്പൊ കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ടു. നന്നായി ഇത് വേവട്ട് കുറച്ച് നന്നായി ഇത് നല്ല അടിപൊളിയായി നമ്മളെ മസാല കടല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ചിക്കൻ മസാലപ്പൊടി നമുക്ക് കുറച്ച് ഇടാം. നല്ലോണമൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പും മല്ലിച്ചപ്പും നന്നായി ഇത് ആയി. ഇനി നമ്മുടെ മസാല കടല ഇവിടെ റെഡിയായി. നല്ല സൂപ്പറായി നമ്മുടെ മസാല കടല. ഇനി നമുക്ക് ചായ കുടിക്കുന്ന കാണാം. നമ്മുടെ കടല മസാല കടല ഇവിടെ റെഡിയായി മക്കളെ. ഇതാ തിന്ന് നോക്കട്ടെ വിസ്മി കൂട്ടിക്ക്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പറാണ്. കട്ടൻ ചായക്ക് ഇത് വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമന്റ് ഇടണം.
പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.